ചിങ്കുന്നേ ഷവർമ വാങ്ങി തരും. എനിക്ക് നമുക്ക് ഒന്ന് ഊതിയാക്കാം. കോഴിക്കോട് ചായ ഒരു കാലി ചായയും ഒരു സമൂസയും കഴിച്ച് തിരിച്ചു വരാം. സമൂസക്കും ഞാൻ പോരില്ല. നമ്മളെ സർക്കാരൊക്കെ പറ്റ മോശടാ. ഇത് നോക്കിയപ്രൈസിങ് ചെയ്യേണ്ട റോഡാണ്. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം പോൾ എടുക്കാറ് നമുക്ക് അറ്റില്ലാതെ അറ്റത്തില്ല അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഏകദേശം ചായ പിടി ഉണ്ടാന്ന് നിർത്തും. കഴിഞ്ഞ പ്രാവശ്യം അതേ പോയ മാതിരി. പക്ഷെ ഇപ്പൊ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? വണ്ടി മാറിക്കണേ. വണ്ടി ആരെ വണ്ടിയാണ്? ഏതാ വണ്ടി? അത് പറയും. ഈ ചിങ്കുന്നേ ഷവർമ വാങ്ങി തരും. എനിക്ക് നമുക്ക് ഒന്ന് ഊതിയാക്കാം. കാട്ടുകൂടെ പോണ് അയാള് ഇവിടെ വന്ന് അങ്ങനെ അയാളെ പിടിച്ച അയാളാ കാറാരനെ ചോദിക്കും. ഉറപ്പല്ലേ? ആണോ? ധൈര്യത്തിലാണ് ഞാൻ തന്നെ ധൈര്യത്തില് പോയിക്കോടാ. നമ്മളെ അടുപ്പിച്ചിട്ട് നമ്മളെ തൊടിയൊക്കെ പറഞ്ഞേപ്പിക്കറാണ്. ഹലോ കേസ്, നമ്മൾ നീറാണുള്ളത്. കണ്ട് നീറാട് ടൗൺ ആണ് ഈ കാണുന്നത്. അവിടെ ഒരു ഹോട്ടലോ ഒന്നുമില്ലല്ലോ. അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. കോപ്പറേറ്റീവ് ആണോ അതിന്റെ പാട്ട്? എന്നാലും എന്റെ പാട്ട് കോപ്പറേറ്റോ? അല്ലാതെ പാടി വെച്ച ആൾ അതേപോലെ ആവുമ്പോഴേ കോപ്പറേറ്റീവ്. ഇതൊരു ഫുൾ പാട്ട് പാടുകയാണെങ്കിൽ അത് ഞാൻ വീഡിയോ എടുക്കും. എനിക്ക് അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഫുൾ അൽഫാമമായിരുന്നു. ഞാൻ നാളെ പഠിച്ചിട്ട് പാടിത്തരാം. വീഡിയോ എടുക്കൂട്ടോ. ആയിക്കോട്ടെ. ഓക്കെ ആണോ? വീഡിയോ ഒന്നും കുഴപ്പമില്ല. ഞാൻ മാസ്ക് ഇട്ട് പാടുക. മാസ്കിനകത്ത് എന്റെ പൈസ ആണോ? എല്ലാ പിന്നെ എത്ര വെറുതെ മാറിട്ടുണ്ട്. നമ്മളെ പ്രാവശ്യത അടുത്ത പ്രാവശ്യം സുഹൈബിന്റെ ഗംഭീരമായ സോങ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും എന്ത് ചെയ്യുക, കേൾക്കാൻ റെഡിയായി നിൽക്കേണ്ടതാണ്. നീ പാടല്ലേ ഷുഹൈബേ? അപ്പോൾ ഷുഹൈബ് പാടാട്ടോ. ഷുഹൈബ് പാട് ഇപ്പഴല്ല, അടുത്ത പ്രാവശ്യം. അപ്പോൾ പാട്ടൊക്കെ പഠിച്ച് ലെവലാക്കി ഒക്കെ റെഡി ആക്കിയിട്ട് അന്നെ കണ്ടത് തന്നെ ഷുഹൈബ്. വല്ലൊക്കെ കാണാനേ പാടിരടാ. പാടിയല്ലേ? പഠിച്ചിട്ട് പാടി തരാം. ഒരു പാട്ട് ഫുള്ളാക്കിയ പോരെ? ഒരു പാട്ട് ഫുള്ള് പാടും. ഞാൻ വീഡിയോ എടുക്കാൻ ഫേസ് കാണിച്ച് പാടണോ കാണും. ഓക്കെ ആണോ? നോക്കാം. എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് ഈ ക്യാമറ കാണും. ഒരിക്കലും അങ്ങനെ മടി കാണിക്കാൻ പാടില്ല. കാരണം നമ്മൾ വിജയത്തിലേക്കുള്ള മുന്നേറ്റാണ് ഇതൊക്കെ. ചിലപ്പോ എനിക്കൊരു കഴിവ് നമ്മൾ പുറത്ത് അറിയിച്ചാൽ അന്നെ അടുത്തിട്ട് ആരാണ് തെപ്സിന്റെ വരി സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ തന്നെ മാറിയോ? പേര് വരെയൊക്കെ പഠിക്കും. പേര് വരെയൊക്കെ പഠിക്കും. നമ്മളെങ്ങോട്ടാ പോണേ? നമ്മളിങ്ങനെ പോകണ്ടേ? അതായത് കൊണ്ടോട്ടി എത്തുന്നുണ്ട്. പക്ഷെ ആഗ്രഹ തിരിക്കാടോ? കോഴിക്കോട് പോവാം നമുക്ക്. ഹെൽമെറ്റ് ഉണ്ടോ? ഹെൽമെറ്റ് അവിടെ നിന്ന് 6 ചെക്കന്മാരുടെ വാങ്ങാം. ആ കുഴപ്പമില്ല. കോഴിക്കോട് പോലെ കോഴിക്കോട് ക്രിസ്മസ് പരിപാടി എന്തോ ഉണ്ടാവും. അങ്ങനെ പോയേക്കാം. കോഴിക്കോട് നമുക്ക് കോഴിക്കോടിന് ചായ ഒരു കാലി ചായയും ഒരു സമൂസയും കഴിച്ചിട്ട് തിരിച്ചു പോരാം. സമൂസക്കും ഞാൻ പോരില്ല. എന്താടാ? അപ്പൊ ഷുഹൈബ് പാട്ടാടില്ലേ? ഉണ്ടാവില്ലേ? പാട്ടൊക്കെ പാടാം. പാട്ട് പാടണടാ. കാരണം എന്താ അറിയോ? പാടി കഴിഞ്ഞാൽ എൻ്റെ ഒരു കഴിവിനെ ഞങ്ങൾ പുറത്തെടുക്കണം. പാടാം. അത് മറക്കണ്ട. പാടാം. പാടാം. അതെ, റീൽസ് പോയതൊക്കെ ഇടണ ഞങ്ങൾക്ക് യാതൊരു അന്നെ കണ്ടിട്ട് ഏതെങ്കിലും കുട്ടികൾ വരികയാണെങ്കിലും മുണ്ടമ്പലാണ്. ഇതിന് മുണ്ടമ്പലം കിട്ടേ. കൊണ്ടോട്ടിയത്തിന് മുണ്ടമ്പലം. അതൊരിവിടെ എത്തിയല്ലോ. 50 കയറാം. 30 രൂപയ്ക്ക് എണ്ണ അടിക്കണേ. 30 രൂപയ്ക്ക് എണ്ണ. 30 രൂപയ്ക്ക് ഞാൻ എണ്ണ അടിച്ചെന്ന് കാണിച്ചാ. ആരും അടിച്ച ഓരോ എണ്ണ തരും. അത്ര ഉള്ളൂ. 30 രൂപയ്ക്കുള്ളേ. 10 രൂപയ്ക്ക് അടിച്ചാ. കേരളം വന്നാൽ ടാറ് ജീപ്പാണല്ലോ പോണ്. അതിന്റെ ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ് മാറ്റണല്ലേ ആ താറിന്റെ? കാരണം ആ ഡിസൈൻ കൊടുക്കണം. കാരണം ഉണ്ടല്ലേ അത് ചതുരത്തിന് ചാകെ പോറാക്കി. പിന്നെ അവിടെ പോയി അങ്കണ്ട്
കമ്പനി വേണമെന്നാ ചെയ്ത് കൊടുത്താളാ ഓരാവശ്യമില്ലല്ലോ. വണ്ടി ഇത്ര നല്ല സ്പീഡൊക്കെ പോവല്ലേ? അല്ല ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ പെട്രോൾ പമ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. അതൊക്കെ അവിടെ ബ്ലോക്കാക്കിയാണ്. ഇതെന്താ വണ്ടി? അതിന്റെ തൊട്ട ബാക്ക് കൊണ്ട് എടുത്തണ്ട, അങ്ങാൻ റിവേഴ്സ് എടുത്താ നമ്മളെയും കൊണ്ട് പോടാ. കാറടി മണ്ണിക്കുള്ളതല്ലേ. ഞാനും ഇതൊക്കെ ആറടി മണ്ണിക്കുള്ളായിരുന്നു. അത് നേരത്തെ ആക്കണോടാ. അല്ല ഗൈസ്, നമ്മള് പെട്രോൾ പമ്പിക്കാണ് ലോറി നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? എവിടെ പോവാ അത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിൽ പോവും. പോണേ അതാ ഞാൻ നോക്കണ. നമുക്ക് 25 റുപ്യക്ക് അടിക്കാം. അതാകുമ്പോ 30 എന്റെ കൈയുണ്ടല്ലോ ഇതിനെ മൂപ്പുൾപ്പെടുന്നു. അതൊക്കെ നമ്മൾ ഇപ്രാവശ്യം 30 റുപ്യക്കുള്ള എണ്ണ 30 രൂപ. റുപ്യക്കാണ് ഈ എണ്ണ തീ കടിച്ചത്. ഇത് നമുക്ക് കോഴിക്കോട് എത്തൂടാ. വേറെ വണ്ടി എടുക്കാൻ നമുക്ക് പൈസ കൊടുക്കല്ലേ? ഓക്കെ. അപ്പം വെള്ളം കുടിച്ച് വരാണ്. ഇതാണ് നമ്മളിതാണ് പെട്രോൾ പമ്പ്. ഒരു കൊണ്ടോട്ടി മുണ്ടപ്പുറം പെട്രോൾ പമ്പ്. ഇനി കണ്ടില്ല എന്ന് പറയണ്ട. ഒരു അണ്ണൻ വണ്ടി തട വണ്ടി എടുത്തിട്ടാണ് പെട്രോൾ ഡീസൽ അടിച്ചിട്ട് മാറി. പെട്രോൾ അല്ല ഡീസൽ. ഇതെന്ത് കഴുത്തിലെന്താടാ മാല? ഇതെന്താ? ഇത് ഇന്റെ അല്ലേ? എന്ത്? അപ്പൊ നമ്മള് കൊണ്ടോട്ടി 17 എന്താ പറയുക ഇവിടെ? 17 എത്താൻ ഈ ഇറക്കം കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടോട്ടി 18 ഇത് 17 പറയുന്നത്. അല്ല നമ്മളിപ്പോ വലത്തോട്ടൊക്കെ പോണേ. നമ്മളെ റോഡ് അങ്ങോട്ടല്ലേ? അങ്ങനെ ഞങ്ങൾ കൊണ്ടോട്ടി നിന്ന് തിരിച്ചു പോരാണ്. അങ്ങനെ മുണ്ടമ്മൽ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ പെട്രോൾ അടിച്ചാനായിട്ട് പോയതാണേ. കൊണ്ടോട്ടേക്ക് മടക്ക 2 പെട്രോൾ പമ്പും കൈ തിരിച്ചു പോന്നാണ്. പക്ഷെ വേറെ പ്രത്യേകത കൂടി ഉണ്ട്. എന്താന്നല്ലേ, നമ്മളെ വണ്ടി കൊടുത്ത് വേറെ വണ്ടിയല്ല കേട്ടോ, ബെന്ന വണ്ടിയാണ്. ഇതാണ് മുണ്ടമ്പലം ടൗൺ. ബാക്കിലൊക്കെ ജയിക്കാനൊക്കെ നോക്കുന്നതാ. ഓറഞ്ചോ? അവിടെ 2 വെറുതെ വെച്ചിരിക്കാൻ. അത് എടുത്തെറിയാണെങ്കിൽ നമുക്ക് എടുത്ത് പോകാം. ആ ചങ്ങായി ഇൻഡിക്കേറ്റർ പോകാൻ നോക്കിയാ എന്തിന്റെ കേടല്ലേ? ഇൻഡിക്കേറ്ററൊക്കെ ഓഫാക്കി ഇവിടെ ചങ്ങായിക്ക്. ഇതാണ് പറഞ്ഞത്, ഇവിടുത്തെ ആൾക്കാർക്കൊന്നും എന്തറിയില്ല. അതിലേക്ക് ഒരു പ്രോപ്പറായിട്ട് ഡ്രൈവിംഗ് പോലും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ വണ്ടി കിട്ടുമോ? അതിന്റെ പ്രോപ്പർ ഡ്രൈവിംഗ് ഒന്ന് ഞാൻ കാണട്ടെ. ആ വണ്ടി എണ്ണ ഇങ്ങനെ ഇപ്പൊ തിരിച്ചറിയോ? കാരണം നമ്മളെ ഈ ഇറക്കത്ത് നേരെ പമ്പൊക്കെത്തും. മറ്റേലാണെങ്കിൽ അടിച്ചും ചെയ്ത് ഇത് വേണേ അടിച്ചാറോ? വിഷയമല്ല, വണ്ടി ഇരിച്ചിരുന്നാല് അത് രാവിലെ നിർത്തിയിട്ട് വണ്ടി ഇതല്ല, വണ്ടി തണുത്തിട്ടേ വെയിലൊട്ടിച്ചല്ലൊന്ന് ഇതൊന്നും കൊണ്ടില്ല. ഇടയ്ക്ക് ചൂടത്തൊക്കെ കൊണ്ടുവരട്ടെ, എന്നാലും ഹീറ്റാവും. പിന്നെ അടി തീ എത്തിക്കാൻ പോരെ? തീ എത്തിച്ചാൽ കത്തൂല നന്നായിട്ട്. ഇത് ഹീറ്റാവൂലുള്ളൂ. ഞാൻ കത്തിക്കാൻ പറഞ്ഞില്ല, ഹീറ്റാവും എന്ന് പറഞ്ഞോളൂ. ഭയങ്കര തോൽവിയാണോ ഈ? അങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ. അല്ല, നമ്മൾ ബാക്കോട്ടാണോ പോണ ഒരു ഡൗട്ട് ഉണ്ട്. അല്ല, വണ്ടിയൊക്കെ മുമ്പോട്ട് കൊണ്ട് നാളെ കയറി. അപ്പൊ നമ്മൾ ഇപ്രാവശ്യത ആദ്യം കയറി ബ്രോസ്റ്റ് കടയ്ക്ക് പിന്നെ എത്തി. ലാസ്റ്റ് ഇവിടെ എത്തി പെട്ടെന്ന്. ഇതാ പോവാ. ആരാ ഇവിടെ ഇപ്രാവശ്യത്തൊക്കെ മാറി നോക്കാം. എനിക്കിതിലേതാ വേണ്ടി? എനിക്ക് വന്നത് ഇത് എത്ര വിങ്സ് ആണ്? ഒരു വിങ്സ് പറഞ്ഞാൽ ചിറകാട്ടോ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് കഴിക്കണില്ല. അതല്ല, അജത്തെ വയറും കൊണ്ട് എടുക്കണേ. അത് ശരി. ഫോണേതാ? എന്താണാ പോണത്? അതൊക്കെ സംഭവം ഇവിടെ ഇരുന്നാണ്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കാട്ടോ. അപ്പോൾ ഇരുന്നിട്ട് എന്താ പരിപാടി എന്നല്ലേ.
നമ്മൾ ബിസിനസ് ചർച്ചയാണ്, ഭാവിക്ക് 10 കൊല്ലത്ത് ഭാവിക്ക് മുമ്പുള്ള ബിസിനസ് ചർച്ചയാണ് അല്ലേ. മെയിൻ കഥാപാത്രം വരാണ്. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടുന്ന് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള ഫുൾ ചർച്ചകളും. എന്താ ഉണ്ടാകത്ത് ഞാൻ അതീ കണ്ടിട്ട് ഇംഗ്ലീഷുകാർ ലുക്കില്ലടാ. ആ മറ്റേ ആ ഫിലിമിൽ ഗെയിം ഓഫ് ത്രോൺസിൽ എന്താടാ എന്ത് അപ്പൊ എന്തിനാ നമ്മൾ പറഞ്ഞ ബിസിനസ് എന്തേനി ഓഫാക്കി വെച്ചാൽ ഇന്ത്യന്ന് വരുള്ളൂ. ഓഫാക്കി വെച്ചാലോ ഡാ അങ്ങനെ പറയടാ. നമ്മൾ ചെയ്യേണ്ടി തരോ നമ്മൾ പച്ച മലയാളത്തിൽ മലയാളം പറഞ്ഞ അതേപോലെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു, പിന്നെ ഹിന്ദി, പിന്നെ ജർമ്മൻ, സ്പാനിഷ് ഒക്കെ പഠിച്ച് സംസാരിക്കണം. റെഡിയാക്കാം, പഠിച്ചേട്ടെ. ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കണം എൻ്റെ ജർമ്മനി ഇംഗ്ലീഷൊക്കെ. ആ കാര്യം പറയാം, അതൊക്കെ മെയിൻ ഹിന്ദി പഠിച്ചാൽ നമ്മൾ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ പോയാൽ കൊടുങ്ങൂല. പിന്നെ കേരളം വിട്ടോണ്ടാ. അല്ല ഇജെന്താ ഒന്നും ഉണ്ടാത്ത് എന്താടാ തെറ്റിയോ? എന്താ പറയോ ഇൻവെർട്ടറാ. ഇൻവേർട്ടറാ ഏറ്റവും താനല്ലേ പറഞ്ഞത്? എന്ത് ഇൻട്രോവേർട്ടർ എത്തന് അല്ലേ? ഞാനെന്താ അറിയോ, ഇത് നോക്കി സംസാരിക്കാൻ അറിയില്ലടാ എനിക്ക്. ഇതേ സംസാരിക്കണം, എപ്പിച്ച് സംസാരിക്കണേ അതേമാതിരി സംസാരിക്കാം. ഡാ നമ്മൾ ഊട്ടി പേടിക്കായ പാടുണ്ടാവില്ലേ? തളരരുത് 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 തളരരുത്. ആയിക്കോട്ടെ. അടുത്ത ടൂറിസ്റ്റ് അപ്പൊ നമ്മളതാ ചായ കുടിച്ച് പോവാട്ടോ, തിരിച്ചു പോവാണ്. ചായ അടിച്ചിട്ട് ഉഷാറ് ചിലപ്പോ എന്താ ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് ചായ കുടിച്ച് എന്താണ് കുടിച്ചിട്ട് ഒരു ചായയും 2 വിങ്സും അത്രേ ഉള്ളൂ. ഇതേത് പള്ളിയേക്ക് വരും? ഇതാണ് മുജാഹിദ് പള്ളിയാണ്. ഈ മുജാഹിദ് ഇതൊക്കെ നല്ല വിശ്വാസമുണ്ടോ? പഠിച്ചവരെടുത്തേക്കാനല്ലേ പഠിച്ചാൽ അറിയട്ടെ ഏതാ നല്ല ചീത്ത ആ കോളേജിലേക്ക് മാറ്റി. പച്ച ലൈറ്റ് വണ്ടി ആശ്രയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താ അല്ലെങ്കിൽ തന്നെ മൂവ് ചെയ്യണ്ട്. അത് എന്റെ വണ്ടിക്കുള്ള ഫസ്റ്റ് ഇട്ട് അങ്ങനെ മൂവ് ചെയ്യും. അതല്ല അമ്മ തള്ളല്ലേ വേക്കുന്നത്. വണ്ടി അറക്കത്ത് ക്ലച്ച് പിടിച്ച വണ്ടി ഏത് വണ്ടി പോകൂല. നോക്കിയാ ക്ലച്ച് ഒന്നും പിടിച്ചില്ലല്ലോ അങ്ങോട്ടോ. ഇപ്പൊ പുറത്ത് കിട്ട് ഞാൻ ഒന്നും പിടിക്കില്ല, ക്ലച്ച് പിടിച്ചാ പല കേസ്. അപ്പൊ അങ്ങനെ അറക്കിറങ്ങിക്കൊണ്ടിരിക്കാണ്. ഈ ഇറക്കത്ത് 4 വരണ്ട്. ആ വരാനുള്ള പ്രശ്നം തരാം, വണ്ടി ഒന്നായിട്ട് കൊടുക്കും. അതാ അതാണ് വിഷയം. എന്തായിക്കോ ആൾക്കാർ ഉറങ്ങാതൊക്കാൻ വേണ്ടി വെച്ചോ. യാത്ര ടൂറൊക്കെ പോകില്ല അപ്പൊ ആൾക്കാർ ഇങ്ങനെ ചാടി ഉണരാനും വേണ്ടി. അതിനെന്താ രാത്രി സർവീസ് അല്ലേ? ആംബുലൻസിനൊരു വിഷയം. ആംബുലൻസ് സസ്പെൻഷൻ അല്ലടാ, വലിയ സസ്പെൻഷൻ അറിയുന്നില്ല. പറയുന്നില്ല കേട്ടോ. ആ കടലിന്റെ ഗെയിറ്റ് നോക്കിയാ മനുഷ്യനാരെ നാളെ വർക്ക് ചെയ്യും. ആരൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നീറാടങ്ങാടി എത്തി ഇറക്കത്തിന് അടുത്ത കൊല്ലം നമുക്ക് പോവല്ലോ. അടുത്ത കൊല്ലം പോകട്ടോ. അടുത്ത നമുക്ക് കാശ്മീർ. ഇപ്പൊ ഡേറ്റ് ദിവസം എത്ര അറിയോ? 24 ഡിസംബർ 2024. മാർക്കോ ഉണ്ടോ പാടത്തെ? ഞാൻ ഫുള്ള് വെട്ടും കുത്തറിട്ട് ഇതുണ്ടോ? പുഷ്പ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ കുട്ടീനെ കൊണ്ടൊന്നും പോകണ്ട, കുട്ടീനെ അവിടെ വെച്ചു. അതാണ് കാര്യം. ഒറ്റക്കാണ് പോയിക്കോ. ഓക്കെ. ഞാൻ പുഷ്പാണ്. പുഷ്പ 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 കണ്ടാണ് ആകെ വിരാന്തായി. ഇതിപ്പോ കണ്ടാണ് വിരാന്തായി. ഇത് കണ്ടില്ലേ നമ്മളിവിടെ പെട്രോൾ പമ്പ് ഉണ്ടായിട്ട് നമ്മൾ അവിടെ പോയി അടിച്ചത്.
ഇവിടെ ഒരു കപ്പപ്പൊരി ഇല്ലേ, അതിന് നമ്മളെ നാട്ടിൽ പറയുന്ന പേരാണെന്ത് പൂളപ്പൊരി. പക്ഷെ ഈ തെരുവുപുരത്തൊക്കെ പോയി പറഞ്ഞാൽ പൂള പറഞ്ഞാൽ അടി കിട്ടൂടാ നമുക്കൊക്കെ. തപ്പിയോക്ക അതല്ലേ ഇതാ ഈ സാധനം, ഈ ചെറിയ കട ഇത് നമ്മൾ വിചാരിച്ചു ഭയങ്കര പരിപാടി. അത് നല്ല കച്ചവടം ചെയ്തിടാ നമുക്ക് ഈ പരിപാടി തുടങ്ങിയാലോ. നേരത്തെ അവിടെ എന്തോ പരിപാടി ഉണ്ട്, അവിടെ ആലോചിച്ചല്ലേ പറ്റി ഓരോന്നും ആ ചെന്നൈൻ്റെ ലേറ്റ് ഒക്കെ കണ്ണ് കൂട്ടും കുത്തുന്നില്ലല്ലോ. അതിന്റെ ലാസ്റ്റ് ഫൈറ്റിങ് കണ്ടിച്ച് കണ്ടില്ല. ഫൈറ്റ് കയ്യും കാലും കെട്ടിയോ പറന്നടിച്ചു എനിക്ക് ആസ്പെക്റ്റാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ അടിപ്പടാടാൻ വേണ്ടി അങ്ങനെ അടിക്കണം, ഏർന്ന് ഇങ്ങനെ അടിക്കണം. അങ്ങനൊക്കെ കൈയാണ് ഉൾക്കൊള്ളെങ്കിൽ കൊള്ളണ്ടേ, ഇത് അതും ഒരു ഉൾക്കൊള്ളില്ല. നമുക്കിങ്ങനെ കേറി അടിക്കാൻ തോന്നാം, അമ്മരി അടിക്കണം. പുഷ്പത്തെ അടിണ്ടല്ലോ, നമുക്കൊരു ഫിലിം പഠിക്കാലോ. നമ്മളെ വരണ്ടായിരുന്നു. അല്ല ഒറ്റക്ക ഇത് നായകനായിക്കോ, ഞാൻ വില്ലനായിക്കോളാം. ഞാൻ പറഞ്ഞതല്ല ഇത് നോക്കി. പറയും ഇങ്ങനത്തെ ഈ പുഷ്പൊക്കെ പോലത്തെ പടല്ലേ, ഇതൊക്കെ ഇങ്ങനത്തെ പടം നമുക്ക് വേണ്ടേ. ഇങ്ങനെ എയറിൽ നിന്ന് അടിക്കണം, രണ്ട് കൈയും രണ്ട് കാലൊക്കെ കെട്ടിട്ടാണ്ട് കാലോണ്ട് നമ്മൾ അടിക്കണേ. എന്തടിയാണ് കാലം നമ്മളെ നമ്മളെന്താ അറിയോ, അത് അത് അങ്ങനെയാണ്. അത് പറഞ്ഞ മനസ്സിലാകാം. ഇതാണ് എന്നോട് ഈശാമാവുമ്പോണി പമ്പേറാൻ കൊടുത്ത് വീട്ടിൽ കയറി അടി എടുത്ത് തലണ ആൾക്കാരെ വീട്ടിൽ. എന്നിട്ട് കുഴപ്പമില്ലടാ, ഞാൻ പറഞ്ഞത്. എത്തു പറഞ്ഞു എനിക്ക് വിളിച്ചതോ, ഫോൺ വിളിച്ചതോ? അത് ചെങ്ങായി വിളിച്ചാ മുടക്കിയതാ പോക്ക്. ഇതാണ് ആ പോക്കനെ മുടക്കിയത്. കാരണം എന്താ പറയുക, ഈ കോഴിക്കോട് പോകണ്ടല്ല ഇമ്മ വിളിച്ചിട്ട് ഞാൻ പോണ്ടറാ, ഞാൻ പോകണ്ട്. ഇത് നമ്മളിനി നേരെ ഇജ്ജ് പോകുന്നല്ലോ, ഞാൻ എന്നെ ആക്കിയത് ഞാൻ നേരെ പോവാ. ഈ പോരാത്തോണ്ട് ഇപ്പൊ കാരണം കിട്ടിയല്ലോ എനിക്ക്. ഞാൻ പോയില്ല. ഞങ്ങളങ്ങനെ ഞങ്ങൾ മുണ്ടകളാണ് ടൗണിൽ കഴിച്ച് ഞങ്ങളെ നാട്ടിലേക്ക് പോയിട്ട്, സോറി എൻ്റെ നാട്ടിൽ. നമ്മളെ സർക്കാരൊക്കെ പറ്റ മോശടാ. ഇത് നോക്കിയപ്പോ ബ്രേസിങ് ചെയ്യേണ്ട റോഡാണ്. ആ കൊണ്ടും പോയി ചാടിച്ചാടി എൻ്റെ വണ്ടിനെ നെട്ടുമ്പോട്ടൊക്കെ കളിക്കണേ. ഇത് ചാടിയുണ്ടോ? ആടാ എന്ത് കൊണ്ടാണ് ഇവര് പൈസ വാങ്ങിയേക്ക. അവിടേക്ക് റോഡ് ടാക്സ്, എന്തൊക്കെ ടാക്സ് വാങ്ങിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ്റെ ആൾക്കാരാണ്, ഇന്ത്യന്ന് ഭരണാധികാരം ഇന്ത്യൻ്റെ ആൾക്കാരാണ് പൈസ വാങ്ങില്ല. ഇന്ത്യയിലെ നവറാണ്. എന്നിട്ട് ഒരു അടിസ്ഥാന റോഡില്ല, രണ്ടാമത് ഒരു ഹോസ്പിറ്റലില്ല, മെഡിസിന് വരെ മരുന്ന്. നമ്മളിങ്ങനെ നടക്കാൻ, നമ്മളീ കാലകാലം ഇങ്ങനെ നടത്താനുണ്ടാവും. എടാ കീടാണുക്കള് ബാക്കിയാവും പറഞ്ഞില്ലേ, എത്തിട്ട് കഴിക്കാല് ആർപ്പിക്കോ അങ്ങനെന്തോ ഹാർപ്പിക്ക് ബാത്റൂമിൽ വീണ കീഴിലല്ലേ ആർപ്പിക്ക്. ടിങ്കോ മിങ്കോ അങ്ങനെന്തോ പേരില്ലേ? ചങ്ങാനെ കണ്ടില്ലേ? ആ രണ്ടെണ്ണത്തില് ഒന്നോ ഓനോ ഒന്നിച്ചു ടിങ്കോ മിങ്കോ. ടിങ്കോ മിങ്കോ നമ്മളെ കാണിച്ചിട്ട് ഫുള്ള് ആകാശത്തൊക്കെ എന്തൊരു വിളിച്ചറിയോ. ഓഫാക്കില്ലത് നിങ്ങളിങ്ങനെ സംസാരിക്കാൻ കഴിയില്ല വെച്ചിട്ട്. എനിക്ക് സംസാരിക്കാൻ കാണില്ല. ഹലോ ഹലോ ഇവിടുത്തെ അഭിനയോ അഭിനയോ. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഷട്ടിൽ കോർട്ടിന്റെ ടർഫും പിന്നെ സെവൻസിന്റെ ഫുട്ബോളും ടർഫും പിന്നുള്ളത് ഫൈസിന്റെ ഫുട്ബോൾ ടർഫും. ഇതാണ് ഇവിടെ ക്രിക്കറ്റ് കളിച്ചോളൂ. ക്രിക്കറ്റ് ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടോ? കോഴിക്കോട് പോയിട്ടുണ്ടോ? ഞാനോട് പറഞ്ഞില്ല എന്റെ വണ്ടി എടുത്ത് പോവാന്ന് വെച്ചാൽ ഓക്കല്ലാറണല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞ, നമ്മൾ ഇവിടെ എന്തായാലും നേരെ വേഗം എത്തണമെങ്കിൽ ഞാനോട് പറഞ്ഞില്ലേ നാളെ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞാണ് ഞാൻ എന്നോട് പറഞ്ഞതാണ് എന്ത് നാളെ ക്രിസ്മസ് ഓക്കെ, പക്ഷേ നാളെ രാവിലെ വന്നാൽ എനിക്ക് പ്രശ്നമില്ല. ഞാൻ പണിക്കട് കയറിക്കൊണ്ട് ഒരു ഉച്ചര നാളെ പണി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കടന്നു തുടങ്ങിക്കൂടെ.
പോവാ. അവരോട് ഇച്ചിപ്പോ ഇതുവരെ ഞാൻ അവിടുന്ന് പറഞ്ഞ വണ്ടി ഇരിച്ചാൽ എനിക്ക് ആവൂല. അപ്പൊ വെച്ചിട്ട് അതുകൂടെ എന്റെ വണ്ടി എടുത്ത് പോവാ. ഇതുവരെ എന്താ പറഞ്ഞേ? ഞാൻ അത്ര പറഞ്ഞത് വെറുതെ ആദ്യം പോവാ. പറഞ്ഞെന്താ അറിയോ? 12 1 മണി വരെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇല്ല, ഇജ്ജ് പോയിക്കോ. പിന്നെ പോരുമ്പോ പറഞ്ഞില്ലേ എത്രയോട് പറഞ്ഞ ഞാനിങ്ങനെ സെന്റ് അടിച്ചപ്പോ പറഞ്ഞല്ലേ? സെന്റ് അടിച്ചപ്പോ പറഞ്ഞോന്നല്ല, ഞാൻ ലാസ്റ്റ് വാശിക്ക് പറഞ്ഞു അപ്പൊ ചോക്കല്ല. കാരണം ഞാൻ പോരുന്ന് കൺഫേം ആയപ്പോ ചോക്കല്ല. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പോവാ ഇതാണ് ഞങ്ങൾ നാടെത്തി. ആ നാടാണ് ഈ കാണുന്നത്. ആകെ ഒരു പച്ചരി കട ഉണ്ട്. കട വാങ്ങാം. വണ്ടി വെച്ചിട്ടുണ്ട്. നാട്ടാരായി പോയി. വണ്ടി നൂറിട്ട് കാക്കില്ല. പഴയ വണ്ടിയാടാ. വണ്ടിയാണ്. സംഭവം നമ്മളിവിടെയൊക്കെ ക്രിസ്മസ് പരിപാടി ആണല്ലേ. എന്ത് പരിപാടി? ക്രിസ്മസോ? കുറച്ച് അംബാനിക്ക് വെറുതെ പൈസയാണ്. എന്ത് സുഖാറിയാം നമുക്ക്. എന്താടാ കാര്യം പറയാം. ഒരു അംബാനിക്ക് ഒരു 10 കോടിയൊക്കെ വെറുതെ കോടിയാ മുമ്പ് ഉണ്ടാക്കണേ. കൈയിടാൻ കേട്ടോ വണ്ടി തിരിച്ചാൽ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് പോന്നിട്ട് എന്താടാ ജോലൊക്കെ പോയി കടന്നുറങ്ങിക്കാറ്. എന്നായിക്കോട്ടെ. ഓക്കെ. ഇപ്പൊ പിന്നെ കാണില്ല. കാരണം എന്താ പറയുക, ഫ്ലാഷ് ഇല്ല, ഇരുട്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു.